ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ് ആൻഡ് ഇത് എൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ എല്ലാം മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ആവില്ല, എന്നുവെച്ചാൽ ഇതൊരു ജനറൽ മെസ്സേജാണ്. അപ്പോൾ റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ ക്യാൻസർ നമ്മൾക്ക് നിങ്ങളുടെ ഫീലിങ്സ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോണേ ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണെന്ന് അത് നമ്മൾ നോക്കും. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ എൻഡിലാണ് നോക്കാൻ പോണേ. അപ്പോൾ എൻഡ് വരെ നോക്കിയിരിക്കുക ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ റീഡിംഗിലേക്ക് ചെല്ലാം. എന്താണെന്ന് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്. ക്യാൻസർ മൂൺ ക്യാൻസറുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ സൈൻ നിങ്ങളുടെ തന്നെ റീഡിങ്ങിൽ നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ ഇത് ഡെഫിനറ്റ്ലി ആർക്കോ വേണ്ടിയിട്ടൊരു മെസ്സേജാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എൻഡ് വരെ ഈ മെസ്സേജിനെ കാണാൻ നോക്കുക. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 6 of Wands, 4 of Cups, Emperor, 10 of Pentacles. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ എനർജി ഈ സമയത്ത് Queen of Pentacles. അപ്പോൾ Queen of Pentacles ഒരു വർഗോ എനർജിയാണ്. ഇത് ഒരു ബാലൻസ്ഡ് എനർജിയാണ്, ഒരു മദർലി പേഴ്സൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളൊരു വർഗോയുടെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളും കുട്ടികളുണ്ടാവാൻ വഴിയുണ്ട്. മേ ബി നിങ്ങൾ മാരിഡ് ആയിരിക്കാം. അപ്പം നിങ്ങളുടെ ഫോക്കസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണ്. വീട് നോക്കുക, ജോലിക്ക് പോവുക, വീടിന് ഫാമിലിക്ക് വേണ്ടിയിട്ട് സേവ് ചെയ്യുക. അപ്പം അങ്ങനത്തെ കുട്ടികളുടെ കാര്യം നോക്കുക. അങ്ങനത്തെയൊക്കെ എനർജി ആണ് ഞാൻ ഇവിടെ കാണുന്നത്. കുറേ റൂട്ടീൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൻ്റെ എനർജി. ഫസ്റ്റ് കാർഡ് ഇവിടെ മൂന്നാണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇത് ക്യാൻസർ പൈസീസിൻ്റെ എനർജിയാണ്. ഇത് കുറേ ഒരു ഇമോഷൻസിൻ്റെ എനർജിയാണ്, വൾണറബിലിറ്റിയുടെ എനർജിയാണ്. ഇത് ചില കേസസിൽ ഇല്യൂഷൻസിൻ്റെ എനർജിയാണ്, ഫിയറിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ ഒരു ക്ലിയർ അല്ല ഈ സമയത്ത്. എന്തോ കാര്യങ്ങൾ നിങ്ങൾ ഒളിപ്പിച്ചാണ് വെക്കണത്. മേ ബി നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾ ഓപ്പൺലി ഡിസ്കസ് ചെയ്യില്ല. നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഈ പേഴ്സൺ എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, അതുമായിരിക്കാം. ഈ പേഴ്സൻ്റെ എനർജിയിൽ 6 of Wands ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങൾ ഡീൽ ചെയ്യണ പേഴ്സൺ കുറേ ഒരു പോപ്പുലർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. അവരുടെ കുറേ ഫാൻ ഫോളോയിങ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ മേ ബി കുറേ ഫ്രണ്ട്സ് ഉണ്ട്, കുറേ വലിയ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്, വലിയ സർക്കിൾ, സോഷ്യൽ സർക്കിളിലൊക്കെ കുറേ വലുതായിരിക്കാം. അതല്ലാണ്ട് അവർ കുറേ പോപ്പുലറുമാണ്. ആൻഡ് അവരുടെ നേച്ചർ അങ്ങനെ ഒരു പീപ്പിൾ പ്ലീസിങ് മാതിരി ഒരു എനർജിയാണ്. അപ്പോൾ ഇവരുടെ കുറേ വേറെ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്, അവരെ അഡ്മയർ ചെയ്യണ കുറേ ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ മേ ബി വേറെ ആൾക്കാരുടെ കൂടെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അവർ ആസ് ഇറ്റ് ഈസ് കുറേ ഒരു പോപ്പുലർ ഫിഗറാണ്. 7 of Pentacles ആണ് നിങ്ങളുടെ എനർജിയിൽ. അപ്പോൾ നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് വെയിറ്റ് ആണ് ചെയ്യണത്. മേ ബി നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓറൽസ് നിങ്ങൾക്ക് ഈ പേഴ്സണ് ഒരു ചാൻസ് കൊടുക്കണം എന്നുണ്ട്. ഇവരെന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യുമോ അവരുടെ ബിഹേവിയർ, നിങ്ങളുടെ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ആവുമോ, അതൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് യൂസ് ചെയ്യണത്. ഇവിടെ 4 of Cups ആണ് ഈ പേഴ്സൻ്റെ എനർജി. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കാണുന്നത്. ഈ പേഴ്സണും നിങ്ങൾക്ക് കുറേ ഓഫേഴ്സ് തന്നിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുടെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റും ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഡിസ്കണക്റ്റ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങൾ എന്തിനോ വേണ്ടിയിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഈ പേഴ്സൺ അത് തരുമ്പോൾ മേ ബി നിങ്ങളത് റിജക്റ്റ് ചെയ്യുന്നുണ്ടാവും. ഓർ എൽസ് വൈസ് വേഴ്സ, നിങ്ങൾ എന്തെങ്കിലും ഈ പേഴ്സണെ ഓഫർ ചെയ്തിട്ടുണ്ട് വെച്ചാൽ ആ പേഴ്സൺ അത്ര ഇൻട്രസ്റ്റ് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. ഈ പേഴ്സൻ്റെ ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും. 4 swords. അപ്പോൾ ഇവിടെ കുറേ ഹീലിംഗിൻ്റെ എനർജിയാണ്, പക്ഷേ ഇത് സെപ്പറേഷൻ്റെയും എനർജിയാണ്. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിനെസ്സിലാണ് ഫോക്കസ് ചെയ്യണത്.
നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഹീൽ ചെയ്യാൻ ആണ് നോക്കണത്, മുമ്പോട്ട് പോകാനാണ് നോക്കണത്. ദ എംപറർ ഇവിടെ ഏരീസ് എനർജി. അപ്പോൾ നിങ്ങളൊരു ഏരീസിനെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഈ പേഴ്സൺ അവരുടെ കരിയറിൽ ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യണത്. അവരുടെ കരിയറിൽ ഡെഫിനറ്റ്ലി ഗ്രോ ചെയ്യുന്നുണ്ട്. ഒരു കുറേ മെച്ചോർഡ് പേഴ്സൻ്റെ എനർജിയാണ് ഇത്. കുറേ ഫെയർ ആൻഡ് ജസ്റ്റ് പേഴ്സൻ്റെ എനർജിയാണ്. പറഞ്ഞ മാതിരി നിങ്ങൾ മാരീഡ് ആയിരിക്കാം, പക്ഷേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ഉണ്ട്. 9 of Cups. അപ്പോൾ ഇവിടെ എന്തോ ഒരു വിഷ് നിങ്ങളുടെ ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ഈ റിലേഷൻഷിപ്പിനെ കണക്റ്റഡ് ആയിട്ട് ഈ പേഴ്സൻ്റെ എനർജിയും 10 of Pentacles ആണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം നടക്കേണ്ട ഒരു പോസിറ്റീവ് വേയിൽ. അതെന്താണെന്ന് നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ 10 of Pentacles ഒരു എബണ്ടൻസിൻ്റെ എനർജിയാണ്, ഫാമിലി സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ഒരു കുറേ ബോണസ് ഓറൽസ് കുറേ മണി വരണ എനർജിയുമാണ്. അപ്പോൾ എന്താണെന്ന് ഇതെന്ന് നമ്മൾക്ക് നോക്കാം. ഈ ക്വീൻ ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? 2 of Wands. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ചിലാണ്. ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് ആണ് നിങ്ങൾ നോക്കണേ. എന്താണ് മുമ്പോട്ട്, എങ്ങനെയാണ് പോകേണ്ടത്, ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ, അതാണ് നിങ്ങൾ വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് ചെയ്യണം. ഇവിടെ മൂൺ നിങ്ങളുടെ എനർജിയിൽ എന്താണ്? നിങ്ങളുടെ സൈഡിൽ ഒരു ടോറസ് എനർജി കാണാണ്ട് മേ ബി നിങ്ങൾ ഒരു വേറെ പേഴ്സണിനെ നിങ്ങൾക്ക് ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ കാര്യം നിങ്ങൾ ഒളിപ്പിച്ചിട്ടാണ് വെക്കണത്. അതല്ല വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഫീൽ ചെയ്യണത് എന്താ വെച്ചാൽ ഈ പേഴ്സൻ്റെ ലൈഫിലൊരു ടോറസ് പേഴ്സൺ ഉണ്ടെന്ന്, അതും ഈ പേഴ്സൺ ഒളിപ്പിച്ചിട്ടാണ് വെക്കണതെന്ന് അതും ആവാം. പക്ഷേ ഈ പേഴ്സൺ നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വന്നിരിക്കുന്നുണ്ട് ആൻഡ് അതാണ് ഇവിടെ നിങ്ങൾ ഹൈഡ് ചെയ്യാൻ നോക്കുന്നത്. 6 of Wands. ആൻഡ് ഈ പേഴ്സൺ നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആരെങ്കിലും ആയിരിക്കാം. ഈ 6 of Wands എന്താണ്? കിങ് ഓഫ് കപ്സ്. ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൊരു സ്കോർപ്പിയോ എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇത് നിങ്ങളുടെ എനർജിയും ആവാം. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ഇടയ്ക്ക് എന്തോ ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റ് ആണ് ഞാൻ കാണുന്നത്. 7 of Pentacles. നിങ്ങളുടെ സൈഡിൽ പേജ് ഓഫ് കപ്സ്. നിങ്ങളൊരു അപ്പോളജിക്ക് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്, ഒരു ഓഫറിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണത്, ഒരു ഓപ്പർച്യൂണിറ്റി. ഈ പേഴ്സൺ എന്തെങ്കിലും ഓഫർ ചെയ്യും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യണത് നിങ്ങൾ. പക്ഷേ ഈ പേഴ്സൻ്റെ സൈഡിന് ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഇൻഫാക്ട് നിങ്ങൾ രണ്ടാളും റിലേഷൻഷിപ്പ് കുറേ ഒരു അൺഹെൽതി വേയിൽ കോമ്പറ്റീറ്റീവ് ആയിരിക്കണു. നിങ്ങൾ രണ്ടാളും ഫൈറ്റ് ചെയ്യുമ്പോഴും ഒരു ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഫൈറ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ കുറേ ഒരു അൺഹെൽതി റിലേഷൻഷിപ്പാണ് ഇവിടെ. അപ്പോൾ മേ ബി നിങ്ങൾ റീസെൻ്റ്ലി എന്തെങ്കിലും ഫൈറ്റ് ഉണ്ടായിട്ടെന്ന് വെച്ചാൽ നിങ്ങളൊരു അപ്പോളജി ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവുക ഈ പേഴ്സൻ്റെ സൈഡിന്. 4 of Swords നിങ്ങളുടെ സൈഡിൽ 2 of Cups. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞ മാതിരി ലവ് ഉണ്ട്, പക്ഷെ നിങ്ങളൊരു ബ്രേക്കാണ് ഇപ്പോൾ എടുക്കണത്. ഈ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും കുറേ കാര്യങ്ങൾ അവർ പറയൂണില്ല, എക്സ്പ്രെസ് ചെയ്യൂണില്ല, കുറേ കാര്യങ്ങൾ അവർ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അവരുടെ സൈഡിലും കുറേ സീക്രറ്റ്സ് ഉണ്ട്. ഹൈ പ്രീസ്റ്റസ് സ്പൈസീസ് എനർജിയാണ്. പക്ഷേ അവരുടെ സൈഡിൽ നിന്നും ഞാനൊരു സൈലൻസ് ആണ് കാണുന്നത്. അവർ ഈ സമയത്ത് അവരുടെ മണി ഇല്ലേച്ച കരിയറിലാണ് നീയും ഫോക്കസ്ഡ് ആയിട്ടിരിക്കുന്നത്. 9 of Cups നിങ്ങളുടെ സൈഡിൽ ക്വീൻ ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇമോഷണൽ വിഷ് ഉണ്ടായിരുന്നു, അത് ഫുൾഫിൽ ആവുന്നുണ്ട്. 2 of Pentacles. ഈ വിഷ് എന്താണ്? വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ മേ ബി ഫ്യൂച്ചറിൽ പോയിട്ട് ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് വേയിൽ ഒരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതാണ് ഞാനിവിടെ കാണുന്നത്. എന്ന് വെച്ചാൽ വീൽ ഓഫ് ഫോർച്യൂൺ ഒരു ചേഞ്ച് ഓഫ് ടൈമിൻ്റെ ഇൻഡിക്കേഷനാണ്. ഈ റിലേഷൻഷിപ്പിൽ കുറേ കാര്യങ്ങൾ ടോക്സിക് ആയിരുന്നു വെച്ചാൽ അതൊക്കെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. കുറേ സഡൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾ അതിൻ്റെ സൈൻസൊക്കെ നിങ്ങൾക്ക് വിസിബിൾ ആവും, നിങ്ങൾക്ക് കാണാൻ തുടങ്ങും. പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. കുറേ ലവ് ഉണ്ട് ആൻഡ് അത് ഗ്രോ ആവും ഫ്യൂച്ചറിൽ. 10 of Pentacles ഈ പേഴ്സൻ്റെ സൈഡിൽ എന്താണ്? എംപ്രസ്. അപ്പോൾ ഒരു എംപ്രൂവും എംപ്രസ് ഒരു ഡിവൈൻ പെയറാണ്. അവരെ നിങ്ങളെ ഒരു ഡിവൈൻ പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. ആൻഡ് ഡെഫിനറ്റ്ലി ഈ റിലേഷൻഷിപ്പിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട്, ഓക്കെ. പക്ഷെ അതിന് സമയമെടുക്കും, ഓവർനൈറ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങളുടെ ഡയറക്ഷനിൽ കിങ് ഓഫ് സോർഡ്സ്, ടവർ. ഈ ടവർ എന്താണ്?
4 of Pentacles. അപ്പോൾ ഔട്ട്കം എന്താണ് ഈ റിലേഷൻഷിപ്പിൻ്റെ? 10 of Swords, 8 of Swords, Lovers. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ ഒരു വോളറ്റൈൽ റിലേഷൻഷിപ്പാണ്. ഫ്യൂച്ചറിലെ ആക്ഷൻ ഈ പേഴ്സൺ ആദ്യം ഒരു ഡിറ്റാച്ച്ഡ് മാതിരിയാണ് കാണിക്കണത്. പക്ഷെ അവർ അവരുടെ ഫീലിങ്സ് ഡെഫിനറ്റ്ലി ഓപ്പൺ അപ്പ് ചെയ്യും, എക്സ്പ്രെസ് ചെയ്യും. എന്നുവെച്ചാൽ ഇവിടെ എന്തോ ഒരു ഷോക്കിംഗ് ചേഞ്ച് ഉണ്ട്. ആ റെവലേഷൻ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായതുകൊണ്ട് അവരുടെ ഫീലിങ്സ് അവർ വിത്ത്ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എക്സ്പ്രെസ് ചെയ്യണ്ടായില്ലേ അവരുടെ ഫീലിങ്സ് ഒക്കെ, അതൊക്കെ അവർ എക്സ്പ്രെസ് ചെയ്യാൻ തുടങ്ങും. അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇൻക്രീസ് ആവും, ഇമ്പ്രൂവ് ആവും. പക്ഷേ ഔട്ട്കം ആദ്യം ഒരു 10 of Swords ആണ്. അപ്പോൾ ഇതൊരു എൻഡിങ് ബിട്രിയൽഡ് എനർജിയാണ് ആദ്യം ഞാൻ കാണുന്നത്. 8 of Swords ഒരു സ്റ്റാഗ്നൻറ്റ് എനർജിയാണ്. ആൻഡ് ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ്. അപ്പോൾ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ഡെഫിനറ്റ്ലി ആണ്. പക്ഷേ ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. ഈ എൻഡിങ്ങിൽ നിങ്ങൾ രണ്ടാൾക്കും പുറത്ത് വരാം. പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാളുടെയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. അത് അതില്ലാച്ചാൽ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ തന്നെ ഉണ്ടാവും. ഓക്കെ, ഇതിനെ വേണമെച്ചാൽ നിങ്ങൾ റീകൺസൈൽ ചെയ്യാം. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി രണ്ടാളുടെയും എഫേർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ജെമിനൈ എനർജി ഇവിടെ കാണാണ്ട്. സ്കോർപ്പിയോ, ടോറസ്. സ്കോർപ്പിയോ കുറേ സ്ട്രോങ് ആയിട്ടുണ്ട്. വെർഗോ, ഏരീസ്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ സൈൻസ് നിങ്ങളുടെ സൈഡിൽ, ഈ പേഴ്സൻ്റെ സൈഡിൽ കാണുന്നത്. പൈസീസ് എനർജിയും ഉണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ലാച്ചാൽ വെബ്സൈറ്റിൽ വാട്സാപ്പിൻ്റെ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. ആൻഡ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. ടിൽ ദെൻ ടേക്ക് കെയർ.